പ്രിയപ്പെട്ടവരെ, 2024-25 അധ്യയന വർഷത്തെ തേഞ്ഞിപ്പലം AUP വിദ്യാലയത്തിന്റെ വാർഷിക റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരിതം സുന്ദരം സന്തുഷ്ടം എന്ന വിദ്യാലയത്തിന്റെ ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കാനും അത് എല്ലാ കുട്ടികളിലേക്കും സ്വാധീനിക്കപ്പെടാനും വിദ്യാലയം എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ജൂൺ 3 പ്രവേശനോത്സവം ബാൻഡ് വാദ്യത്തോടെ കുഞ്ഞുങ്ങളെയും അതിഥികളെയും സ്വീകരിച്ചു. കുഞ്ഞു മജീഷ്യൻ അമോഘ് പാണ്ടിക്കാടിൻ്റെ മാന്ത്രിക വിദ്യകൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും രസിപ്പിക്കുകയും ചെയ്തു. ശ്രീമതി ദിവ്യ ഇന്ദീവരം പാട്ടുപാടി കുട്ടികളെ രസിപ്പിച്ചു. പഠനോപകരണ കിറ്റ്, മധുര വിതരണം, കളിപ്പാട്ടം എന്നിവയാൽ പ്രവേശനോത്സവത്തെ ഇരട്ടി മധുരമുള്ളതാക്കി തീർത്തു. LSS USS വിജയികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജിത്ത്, വാർഡ് മെമ്പർ ശ്രീ പീയൂഷ്, സ്കൂൾ മാനേജർ എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായിരുന്നു പ്രവേശനോത്സവം. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണം. ചകിരിക്കൂടിൽ ഗ്രീൻലാൻഡ് തേഞ്ഞിപ്പലം എല്ലാ കുട്ടികൾക്കും വൃക്ഷത്തൈ വിതരണം ചെയ്തു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ രാമനാട്ടുകര പ്രകൃതിയെ സംരക്ഷിക്കൂ ജീവൻ നിലനിർത്തൂ എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലേക്ക് കറിവേപ്പില തൈകൾ നൽകി. പരിസ്ഥിതി ദിന ക്വിസ്, പോസ്റ്റർ നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ജൂൺ 19 വായനാ ദിനാചരണം. പുസ്തക പ്രദർശനം, വിവിധ മത്സരങ്ങൾ എന്നിവ നടന്നു. ഡിജിറ്റൽ ലൈബ്രറി ശ്രീ നീലകണ്ഠൻ മാസ്റ്റർ നിർവഹിച്ചു. വായനയുടെ ഉദ്യാനത്തെ വർണ്ണാഭമാക്കാൻ മലയാള മനോരമ പത്രം വായനക്കളരി ഉദ്ഘാടനം നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് മാനേജർ ശ്രീ KV മുരളീധരൻ 10 പത്രങ്ങൾ കുട്ടികൾക്കായി സമ്മാനിച്ചു. ബാലമാസികകളും വായനയ്ക്കായി വിദ്യാലയത്തിൽ ഒരുക്കിയിരുന്നു. യോഗാ ദിനാചരണം, ലഹരി വിരുദ്ധ ഷോർട്ട് ഫിലിം, ക്വിസ് എന്നിവ സംഘടിപ്പിച്ചു. കായിക മേഖലയിൽ നീന്തലിൽ സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിനി അമേയ K പ്രദീപിന് അനുമോദനം എന്നിവയാൽ ജൂൺ മാസം പ്രവർത്തന സമ്പന്നമായി. വിദ്യാലയത്തിൻ്റെ തനത് പ്രവർത്തനമായവയിൽ പ്രധാനമായവയാണ് സുപ്രഭാതം, ഉയരെ, ശുചിത്വ വിദ്യാലയം എന്നിവ. സുപ്രഭാതം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും കുട്ടികളെ ഉത്തരവാദിത്വവും അച്ചടക്കവും നേടിയെടുക്കാൻ പ്രാപ്തരാക്കുന്നതിനും വേണ്ടി നടത്തപ്പെടുന്നു. ഇതിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ മാനേജരും പങ്കാളികളാകുന്നു. ഉയരെ എന്ന ക്വിസ് പ്രോഗ്രാം വളരെ മികച്ചതും വിജ്ഞാനപ്രദവും ആയി നടത്തുന്നു. ഈ വർഷത്തെ ഉയരെ മെഗാ ക്വിസ് വിജയികളായി LPയിൽ നിന്നും മാധവ് നവീൻ, ഇഷ ഫാത്തിമ, അഫ്ഷാൻ ആസിം, അഹൻ, ദേവഹർഷ്, അർണവ്, UPയിൽ നിന്നും തനയ് പവൻ, കാർത്തിക്, അഭയ് T എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയികളായി. ജൂലൈ മാസം ബഷീർ ദിനം, അലിഫ് ടാലന്റ് സെർച്ച് പരീക്ഷ, LP തലം അറബിക്, 1ാം ക്ലാസ്സിലെ അമ്മമാർക്ക് ശില്പശാല, വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം, ജനസംഖ്യാ ദിനം, കാർട്ടൂൺ മത്സരം, ബാലാമണി അമ്മ ദിനം, സ്കൂൾ ഒളിമ്പിക്സ്, ദീപശിഖ തെളിയിക്കൽ എന്നിവ നടന്നു. വിവിധ ക്ലബ്ബ് ഉദ്ഘാടനം, അതിഥി ശ്രീ MM സജീന്ദ്രൻ കുട്ടികളോട് സംവദിച്ചു. ഇനി ആഗസ്റ്റ് മാസ പ്രവർത്തനങ്ങളിലേക്ക്. ആഗസ്റ്റ് മാസം എല്ലാവരുടെ മനസ്സിലും വയനാട് ദുരിതത്തിൻ്റെ നീറുന്ന വേദനയുടേത് ആയിരുന്നു. മഴ കാരണം വിദ്യാലയ ദിനങ്ങൾ നഷ്ടമായി. വയനാട് ദുരിതം, അനുശോചനം, ദുരിതാശ്വാസ നിധി സമാഹരണം, കുട്ടികളും അധ്യാപകരും ഹൃദയസ്പർശം എന്ന പേരിൽ വിദ്യാലയ പരിസര അങ്ങാടികളിൽ പാവനാടകം നടത്തിയും HM ശ്രീ ശശിഭൂഷൺ മാഷിൻ്റെ പ്രകൃതിയെ അറിയാം എന്ന പുസ്തകം വിറ്റ് കിട്ടിയ തുകയും എല്ലാം കൂടി 50,000 രൂപ മേപ്പാടി ഹൈസ്കൂളിൽ നേരിട്ട് ചെന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. പതാകാവന്ദനം, ജയസുധ ടീച്ചർ നേതൃത്വം നൽകിയ ഡിസ്പ്ലേ അവതരണം, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്വിസ് എന്നിവ സംഘടിപ്പിച്ചു. PTA ജനറൽ ബോഡി ചേർന്ന് പ്രസിഡന്റായി ശ്രീ PV സിജുവിനെയും MTA പ്രസിഡന്റായി ശ്രീമതി മിനിയെയും തെരഞ്ഞെടുത്തു. വിദ്യാലയ പ്രവർത്തനങ്ങൾ PTA-യുടെ നിർദ്ദേശങ്ങളാലും സഹകരണത്താലും സുഗമമായി നടന്നുവരുന്നു എന്നത് പ്രശംസനീയം ആണ്. ഓണാഘോഷം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ
ആർഭാടം കുറച്ച് കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ പൊതുവായി ഒരു പൂക്കളം ഒരുക്കിയും മാവേലിയെ ഒരുക്കിയും ഓണസദ്യ നൽകിയും കൊണ്ടാടി. വിദ്യാലയ വികസനത്തിൻ്റെ ആവശ്യാർത്ഥം പായസം ചാലഞ്ച് നടത്തി. അതിൽ നിന്നും കിട്ടിയ തുക ഉപയോഗിച്ച് വിദ്യാലയത്തിലേക്ക് കസേരകൾ വാങ്ങി. വിവിധ ഘട്ടങ്ങളിലായി 3-6 ക്ലാസുകളിൽ നാസ് പരീക്ഷ കാര്യക്ഷമമായി നടത്തി. 7ാം ക്ലാസ് പാഠഭാഗത്തിൻ്റെ പ്രവർത്തനമായ കർഷകനുമായുള്ള അഭിമുഖം ശ്രീ രാമകൃഷ്ണൻ നായരുമായി സംഘടിപ്പിച്ചു. സ്കൂൾ തലം, സബ് ജില്ലാ തലം, ജില്ലാതലം എന്നിവിടങ്ങളിൽ വിദ്യാലയം തൻ്റേതായ സ്ഥാനം കാഴ്ചവെച്ചു. ഫസ്റ്റ് നേടിയവ സബ് ജില്ലാ തലത്തിൽ പങ്കെടുത്തു. ജനറൽ വിഭാഗത്തിൽ ചിത്രരചനയിൽ അഖില CP ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി. മറ്റ് അറബിക് മത്സരങ്ങളിലും ഗ്രേഡുകൾ വാങ്ങി. സംസ്കൃതോത്സവത്തിൽ സബ് ജില്ലയിൽ ഓവറോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. കായികമേളയിൽ സ്കൂൾ തലം, ഉപജില്ലാ തലം എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നമ്മുടെ വിദ്യാർത്ഥി നിവിൻ ശ്രീധർ 200 മീറ്റർ, 400 മീറ്റർ ഓട്ടം ഫസ്റ്റ് A ഗ്രേഡ് നേടുകയും വ്യക്തിഗത ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നത് അഭിമാനകരം ആയി. വിദ്യാലയം ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. ടൂർണമെൻറ്റിലെ കുട്ടികൾക്ക് ആവശ്യമായ ജേഴ്സി ബിൽഡിംഗ് ഡിസൈനേഴ്സ് മാനേജർ ശ്രീ KV മുരളീധരൻ നൽകി. ഹിന്ദി ക്ലബ്ബ് വിവിധ ദിനാചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഹിന്ദി ദിനം സമുചിതമായി സംഘടിപ്പിക്കുകയും ചെയ്തു. സുഗമ ഹിന്ദി പരീക്ഷ നടത്തി. ഉറുദു ക്ലബ്ബ് അലാമ ടാലൻറ്റ് പരീക്ഷ നടത്തി. കൂടാതെ വിവിധ ദിനാചരണ പ്രവർത്തനങ്ങൾ, ഉറുദു ദിനം എന്നിവ സംഘടിപ്പിച്ചു. വിദ്യാലയത്തിൽ നിന്നും 14 കുട്ടികളെ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കായി പങ്കെടുപ്പിച്ചു. ഗാന്ധി ദർശൻ കലോത്സവത്തിൽ ഉപജില്ലാ തലം വരെ മികവ് പുലർത്തി. അഖില CP ചിത്രരചന ഫസ്റ്റ്, പൂർണ്ണശ്രീ ഉപന്യാസരചന ഫസ്റ്റ് എന്നിവ നേടുകയും സബ് ഡിസ്ട്രിക്റ്റിൽ ഓവറോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. സയൻസ് ക്ലബ്ബ് വാനനിരീക്ഷണം നടത്തി. വാരിസ് പെരിയമ്പലം സന്നിഹിതനായിരുന്നു. ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ വിവിധ നക്ഷത്രഗണങ്ങളെയും ചന്ദ്രൻ, ശനി, വ്യാഴം എന്നിവയെയും നിരീക്ഷിച്ചു. നേർവഴി എന്ന റോഡ് സുരക്ഷാ പാഠങ്ങളുമായി ഞങ്ങൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം വാർഷിക ദിനത്തിൽ പ്രകാശിതമായി. അതും വിദ്യാലയ മികവിൻ്റെ പട്ടികയിൽ പൊൻതിലകമാകുന്നു. ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ കുഞ്ഞു കുഞ്ഞു കഥകൾ ചേർന്ന എഴുത്തുപൂക്കൾ എന്ന സമാഹാരം തയ്യാറാക്കുന്നതിന് സാധിച്ചു. എഴുത്തുപൂക്കൾ എന്ന പേരിലാണ് കഥാസമാഹാരം. ഒരു സന്ദർഭത്തിനെ കുറിച്ച് 1ാം ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞാൽ ഓരോ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ കഥകളാണ് ഉണ്ടാകുന്നത്. അവർ കണ്ട വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, കഥാപാത്രങ്ങൾ, അവരുടെ സംഭാഷണ രീതികൾ. കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി ചങ്ങാതി ചന്ത സംഘടിപ്പിച്ചു. കുട്ടികളുടെ സർഗാത്മക ശേഷിയെ പരിപോഷിപ്പിക്കുന്നതിനും അവയെ പ്രദർശിപ്പിക്കുന്നതിനുമായി കാഴ്ചാപത്രം ഞങ്ങൾ ഇറക്കി. പഠന പുരോഗതി വിലയിരുത്തുന്നതിനായി കോർണർ PTA സംഘടിപ്പിച്ചു. വാർഷികാഘോഷവും യാത്രയയപ്പും. ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു വാർഷികാഘോഷം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ ഡോക്ടർ P. രവീന്ദ്രൻ വിശിഷ്ട അതിഥി ആയിരുന്നു. നീണ്ട 33 വർഷ കാലയളവിൽ കർമ്മോത്സുകമായി സേവനമനുഷ്ഠിച്ച് സ്നേഹസമ്പന്നയായ കർമ്മനിരതയായ നിറകുടം തുളുമ്പില്ല എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ജീവിതം നയിച്ച്
എല്ലാവരുടെ ഹൃദയത്തിലും ഇടം നേടിയ ഞങ്ങളുടെ പ്രിയ ലതിക ടീച്ചർ ഔദ്യോഗികമായി വിരമിക്കുന്നു. ടീച്ചറിന് നല്ല ഒരു വിശ്രമകാല ജീവിതം എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിച്ചു. ഒട്ടേറെ പുരസ്കാര നിറവിൽ ആയിരുന്നു വിദ്യാലയം. നല്ല പാഠം പുരസ്കാരം, പഞ്ചായത്ത് തല ഹരിത സഭയിൽ ഫസ്റ്റ്, ഹരിത വിദ്യാലയം A+ ഗ്രേഡ്, കേരള സർക്കാരിൻ്റെ ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ ഏറെ കുട്ടികളെ ചേർത്തതിനാലുള്ള കലക്ടറിൽ നിന്നും ഉള്ള പുരസ്കാരം എന്നിവ നേടിയെടുക്കാൻ സാധിച്ചു. ദിനാചരണം വേറിട്ട ഒരു അനുഭവമായി മാറ്റാൻ സാധിച്ചു. പതാകവന്ദനം, ലഹരിവിരുദ്ധ സന്ദേശം വിളിച്ചോതാൻ മിനി മാരത്തോൺ എന്നിവ സംഘടിപ്പിച്ചു. 70ഓളം കുട്ടികൾ പങ്കെടുത്തു. എക്സൈസ് വകുപ്പ് അവാർഡ് ജേതാവ് ശ്രീ ബിജു സാർ ക്ലാസ് നയിച്ചു. പാട്ടുപാടി കുട്ടികളെ രസിപ്പിച്ചു. ദ്രോണാചാര്യ അവാർഡ് ജേതാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ചും ആയ ശ്രീ മുരളീധരൻ സാറിനെ ആദരിച്ചു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഖില CP എഴുതിയ 7 സംസ്കൃത കഥകൾ ഉൾപ്പെടുത്തി അഞ്ജലി എന്ന പേരിൽ കഥാസമാഹാരം വാർഷിക ദിനത്തിൽ സംസ്കൃത അധ്യാപകനായ ശ്രീ റിജേഷ് C പ്രകാശനം ചെയ്തു. 2024-25 വർഷത്തിൽ LSS USS പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിച്ചു. 12 LSSഉം 18 USSഉം നേടി വിദ്യാലയം മികവിൻ്റെ പാതയിൽ പൊൻതൂവലായി മാറി. ഇതിനായി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരേ മനസ്സോടെ പ്രയത്നിച്ചു. വിജയികളായ കുട്ടികളെ വീട്ടിൽ ചെന്ന് സന്തോഷം പങ്കിടുകയും അനുമോദിക്കുകയും മധുര വിതരണം നടത്തുകയും ചെയ്തു. ഇനിയും മികവിൻ്റെ പാതയിൽ പൂർവാധികം ശക്തിയോടെ സഞ്ചരിക്കാനും സംസ്ഥാന തലത്തിൽ നിറസാന്നിധ്യമായി ജ്വലിച്ചു നിൽക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും സ്നേഹപൂർവ്വം താങ്ങും തണലുമായ എല്ലാ രക്ഷിതാക്കളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ചിമ്മാനം ചോക്കണ നേരം പൂങ്കാറ്റിനി തിരി നേരം